വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിനു ശേഷം ഗസ മുനമ്പിലേക്ക് തിരിച്ചെത്തുന്ന പതിനായിരക്കണക്കിന് പച്ച മനുഷ്യർക്കായി ഇസ്രായേൽ കാത്തുവച്ചിരിക്കുന്നത് കൊടും ദുരിതങ്ങളാണ്. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടോ ഭക്ഷണമോ ഉറ്റവരോ ആരുമില്ലാത്ത ദുരന്ത ജീവിതം. എന്നിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ തങ്ങൾക്ക് ഒരു ദിവസം ദൈവം വിജയം നൽകുമെന്ന ദൃഢവിശ്വാസം ഗസയിലെ ഓരോ പിഞ്ചു കുഞ്ഞിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് തിരിച്ചു വരുന്ന പച്ച മനുഷ്യർ ആദ്യമായി തലചായ്ക്കാൻ ഒരിടമൊരുക്കാതെ പരിഭവങ്ങളും പരാതികളും കാരുണ്യവാനായ പടച്ചതമ്പുരാനോട് പറയാൻ ഒരു പള്ളി തീർത്തത് അതുകൊണ്ട് തന്നെയാണ്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളെ വാസയോഗ്യമാക്കുന്ന ഗസ നിവാസികളുടെ സമൂഹ മാധ്യമ വീഡിയോകളും ലോകത്തിന് ഒരു പ്രധാന സന്ദേശം പകരുന്നുണ്ട്. ട്രംപല്ല ഏത് കൊലകൊമ്പൻ പറഞ്ഞാലും ജനിച്ചു വളർന്ന മണ്ണ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന ദൃഢനിശ്ചയം. ജനിച്ച മണ്ണിൽ പോരാടി മരിക്കാൻ തന്നെയാണ് ഗസ നിവാസികളുടെ തീരുമാനം. ആ സന്ദേശം തന്നെയാണ് ഗസ നിവാസികളുടെ പോരാട്ടത്തിന് വീര്യം പകരുന്നത്.